സുഹൃത്തുക്കളെ, പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. കൊല്ലം റൂറൽ SP-ക്ക്, അതോടൊപ്പം തന്നെ അടൂർ പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. അതിനുശേഷം പിന്നീട് അവർ തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിലും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ എനിക്കെതിരെ എന്തിനാണ് കേസ് കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ എന്തിനാണ് എനിക്കെതിരെ കേസ് കൊടുത്തതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എൻ്റെ ഒരു വസ്തുത എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീനാദേവി കുഞ്ഞമ്മ ജനുവരി 27-ാം തീയതി, ഞാൻ പറഞ്ഞ എൻ്റെ പപ്പയുടെ ഓർമ്മ ദിനമാണ്, ഞാൻ ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങൾ എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നില്ല. അവർ 10:59 ശ്രീനാഥ് ഉണ്ണിത്താൻ എന്ന പേരിൽ നിന്ന് ട്രൂ കോളറിൽ എനിക്ക് ഫോൺ വരുന്നു. 10:59 1 മിനിറ്റ് 31 സെക്കൻഡ് നീണ്ടു നിന്ന ഫോൺ സംഭാഷണമായിരുന്നു. ഫോൺ ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ സ്നേഹപൂർവ്വം രാജൻ ജോസഫ് സാറല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അതേ രാജൻ ജോസഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വളരെ എന്നെ വളരെ ചിരകാലമായി പരിചിതമുള്ള പോലെ, നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മരണപ്പെട്ടു 2013, അച്ഛൻ്റെ ഓർമ്മദിനമാണെന്ന് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കിയിട്ടാവും. എനിക്ക് ഞാൻ അങ്ങനെ പലരും പ്രേക്ഷകരൊക്കെ വിളിക്കുന്നതാണ്, ആ കൂട്ടത്തിലാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ടോൺ മാറി, പച്ചത്തെറി പറയാൻ തുടങ്ങി. പച്ചത്തേറി ഇങ്ങനെ പറഞ്ഞ് ആ പച്ചത്തെറി നിങ്ങളെ കേൾപ്പിക്കാം. ആ തെറി പറയുക മാത്രമല്ല, കേട്ടാൽ അടയ്ക്കുന്ന ഭാഷയിൽ പറയുന്നു. അപ്പം എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്യുന്നൊരു ശീലമില്ല. എന്നോട് ഒരുപാട് പേര് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭീഷണികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പം നീ നിർബന്ധമായും ഫോണിൽ റെക്കോർഡ് ചെയ്യില്ല എന്ന നിൻ്റെ ഒരു എത്തിക്സ് മാറ്റി വെക്കണം. നീ റെക്കോർഡ് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കുഴപ്പമുള്ളൊന്നും ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് എൻഡ് ഓഫ് ദ ഡേ നിനക്ക് ഡിലീറ്റ് ചെയ്യാലോ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആവശ്യമുള്ളത് സൂക്ഷിച്ച് വെക്കുക, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളയാലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള ഒരു ആപ്ലിക്കേഷനും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം ഒന്ന് അന്തം വിട്ടുപോയി. ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അന്നത്തെ ഒരു മാനസികാവസ്ഥ, പപ്പയുടെ ഓർമ്മദിനം എന്നൊക്കെ എഴുതി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടിരുന്നു. അപ്പം ഇവർ തെറി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പിന്നീട് ഞാൻ കുറച്ച് കഴിയുമ്പം, അതായത് 1 മിനിറ്റ് 31 സെക്കൻഡ് ഉള്ളതിൽ ആദ്യത്തെ 56 സെക്കൻഡ് എനിക്ക് റെക്കോർഡ് ചെയ്തില്ല. ഞാൻ 56ാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ ഞാനത് റെക്കോർഡ് മോഡിലേക്ക് ഇട്ടു. അവസാനത്തെ 35 സെക്കൻഡ് നേരെ അവർ സംസാരിച്ചതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് തന്നെ ഉള്ള തെറിയുടെ ഒരു രീതി നിങ്ങൾ നോക്കണം. ഞാൻ ഇതുവരെ ആ തെറി പൂർണ്ണമായിട്ട് കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തായാലും അത് കേൾപ്പിക്കുകയാണ്. ആ തന്തയ്ക്ക് ഉണ്ടായല്ല നീ പൂരി മോനെ വീഡിയോ നടക്കുന്നത് പുണ്ടച്ചി താളി. നീ എവിടെ ഉള്ളത്? താളി ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. തൽക്കാലം എവിടെടാ ഉള്ളത് കേട്ടോ? ഞാൻ വരും അങ്ങോട്ട്. താളി പുണ്ടച്ചി നീ പൂരി പോലെ. നീ എന്നടാ നായേ, നീ എണ്ണ. നിന്റെ തന്തയെന്ന് ഓത്ത ദിവസമല്ലേ നിന്നെ? നീ എണ്ണ പട്ടി പോലെയടി മോനെ. നീ എണ്ണിക്കൊണ്ടിരി. ശ്രീനാദേവി കുഞ്ഞമ്മ പല മാധ്യമങ്ങൾക്കും കൊടുക്കുന്നത് പറയുന്നത് അവരുടെ ശബ്ദമല്ല, ഞാൻ ഫാബ്രിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടാക്കിയതാണ്. എന്നോട് പലരും പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞു. കാരണം ഈ വോയിസും വെച്ചിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു, ആ ഫോൺ നമ്പറും വെച്ചിട്ട്. ഞാൻ കൊടുത്തിട്ടില്ല. 27-ാം തീയതി സംഭവിച്ച കാര്യമാണ്. ഇന്നിപ്പോൾ 31-ാം തീയതിയായി. 27 കഴിഞ്ഞ് 27-ാം തീയതി രാത്രിയാണ്. പോട്ടെ, രാത്രി 10:59 ഞാൻ പറഞ്ഞു. ഞാൻ പലരോട് അന്വേഷിച്ചപ്പോൾ ഇവർ പകല് തെറി പറയാറില്ല, രാത്രി മാത്രമേ ഉള്ളൂ. അത് ആങ്ങളി പെങ്ങളും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഫോണിൽ ഇങ്ങനത്തെ പച്ചത്തെറി പറയാമെന്നുള്ളത്. നമ്മളൊക്കെ തെറിയൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ സൗഹൃദ സദസ്സുകളിലോ ബാക്കിയുള്ളതൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പെങ്ങന്മാരുടെ മുമ്പിൽ, നമ്മുടെ അമ്മയുടെ മുമ്പിൽ നിന്നൊക്കെ നമ്മൾ തെറി പറയുമോ? ഇത് അവരുടെ അമ്മ ആ വീട്ടിലുണ്ട്, ഇവർ ആങ്ങളെയും പെങ്ങളും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഫോണിലിരുന്ന് തെറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, എന്താണ് ആ വീട്ടിലെ അന്തരീക്ഷം എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടില്ലേ. അവരതല്ല എന്ന് അവർ പറയുന്ന ഈ ശബ്ദം അവരുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ, ഈവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ കൺഫേം ചെയ്ത അവരുടെ ശബ്ദം തന്നെയാണ്. ഞാനെന്തായാലും ഇതിനകത്ത് കൃത്രിമത്വമൊന്നും കാണിച്ചിട്ടില്ല. കേസ് കൊടുക്കാൻ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ 28-ാം തീയതി കേസ് കൊടുത്തില്ല, 29-ാം തീയതി കേസ് കൊടുത്തില്ല, 30-ാം തീയതി കേസ് കൊടുത്തില്ല. അവരെനിക്കെതിരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് കേസ് കൊടുക്കലൊരു ഹരമാണ്. അവർ പലർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു തരം ഒരു മാനിയായിട്ട് മാറിയിട്ടുണ്ട്. കേസ് കൊടുക്കുക, കോടതി പോവുക, അതൊരു രസമായിട്ട്, ഒരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെയാണ്. വ്യവഹാരങ്ങളിലും വല്ലാത്ത താല്പര്യം ഉണ്ടാവും, അതിനൊരു അഡിക്ഷൻ ഉണ്ടാവും.
ഞാൻ പൊതുവെ ജീവിതത്തിൽ ആർക്കും എതിരെ അങ്ങനെ പരാതി കൊടുക്കാത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടില്ലാത്ത ഒരാളാണ് ജീവിതത്തിൽ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും പല കേസുകൾക്കകത്ത് ഞാൻ അറിയാത്തതിൽ വരെ കോളേജിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം എന്നെ പിടിച്ച് പ്രതിയാക്കും, 1-ാം പ്രതിയാക്കും. ഞാൻ ആർക്കും എതിരെ പരാതി കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിഗ്രിക്ക് വല്ലതും പഠിക്കുമ്പോൾ ഞാൻ പൊതുവെ കേസൊന്നും ആർക്കും എതിരെ കൊടുക്കാത്ത ഒരാളാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. പൊതുവെ എനിക്കതിനിഷ്ടമില്ല, താല്പര്യമില്ല. എനിക്കറിയാം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് കേരളത്തിൽ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. എന്തിനാ അവർക്ക് അല്ലെങ്കിൽ ഓവർലോഡർ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മളും കൂടെ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അവർ കേസ് കൊടുത്ത് കളക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെതിരെ കൊടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. ആദ്യം കൊടുത്ത കേസ് എന്താ, ഇവരെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിച്ചു എന്ന് പറയുമ്പം പിന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അവർ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള കരാറാണ്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, പ്രതിയെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ശ്രമമാണ്. റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഏത് റിപ്പോർട്ടർ വിളിച്ചു, എപ്പോൾ വിളിച്ചു, അതിൻ്റെ കോൾ റെക്കോർഡ് അല്ലെങ്കിൽ വിളിച്ചതിൻ്റെ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് വെല്ലുവിളിച്ചു. അവർ കേസ് കൊടുത്തു. ഞാൻ അതിന് പിന്നെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു. ആ ബെയിൽ കണ്ടീഷൻ പാലിച്ചു. കടുത്ത പിന്നെ നിബന്ധനകളും ഉപാധികളും ഒന്നും പിന്നെ ബെയിൽ കണ്ടീഷനകത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ അടൂർ പോകണം. ഇപ്പോൾ അടൂർ ഇപ്പോൾ എനിക്ക് എൻ്റെ നാട് പോലെയായി. പത്തനംതിട്ട ജില്ല എൻ്റെ പപ്പയുടെ നാടാണ്. പപ്പ ജനിച്ചു വളർന്ന നാടാണ്. പപ്പ 25 വയസ്സ് വരെ ജീവിച്ച നാടാണ്. എൻ്റെ പപ്പ മാത്രമല്ല, എൻ്റെ പിന്നെ പപ്പയുടെ സഹോദരങ്ങളും ഒക്കെ എല്ലാ ഗ്രാൻഡ് ഫാദറും ഒക്കെ പിന്നെ ജനിച്ച് വളർന്ന് ജീവിച്ച നാടാണ്. പിന്നീടാണ് അവർ മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നാടാണ്. അപ്പോൾ എനിക്ക് ആ നാടുമായിട്ട് കൊണ്ടൊരു ബന്ധമുണ്ടായി. പത്തനംതിട്ട ജില്ലയിൽ മുസ്ലിം ലീഗ് അവിടെ ഇല്ല. അവിടുത്തെ BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും CPIയുടെയും നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായി. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ബന്ധമുണ്ടാകുന്നത് അടൂരിലും പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായിട്ടും വളരെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധങ്ങളുണ്ടായി. അവരുടെ ഓഡിയോ തന്നെ അവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് CPMകാരും CPIക്കാരും BJPക്കാരും പ്രചരിപ്പിച്ച മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അതേസമയം കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതവർക്കറിയാം പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നീട് അവരിന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങളിലൊക്കെ വ്യാജമാണ്. രാജൻ ജോസഫ് അങ്ങനെ പറഞ്ഞു, രാജൻ ജോസഫ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ 8 കേസ് കൊടുത്തു. എനിക്ക് 8 കേസ് കൊടുത്തായിട്ട് എനിക്കറിയില്ല. ഇപ്പം ഞാനിപ്പോഴൊക്കെ അറിയണല്ലോ 8 കേസ് കൊടുത്തു എന്നുള്ളത്. അതിൽ പോലീസ് ആക്ഷൻ എടുക്കുന്നില്ല. പോലീസ് പിന്നെ പരാതിന് കടപ്പില്ലെങ്കിൽ ചിലപ്പോൾ ആക്ഷൻ എടുക്കില്ലായിരിക്കും, എനിക്കറിയില്ല. എന്നെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഒരു കേസ് ആദ്യം വന്നപ്പോൾ അതിന് മുൻകൂർ ജാമ്യം എടുത്തു. അതിൻ്റെ ബിൽ കണ്ടീഷൻ ഞാൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടൂർ പോയിട്ട് ഇപ്പോൾ അടൂർ നല്ല ബന്ധമായിട്ടുണ്ട്. അടൂർ താമസാക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ, കുറേ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ ഒന്നും പോക്കും വരവും നടക്കില്ലല്ലോ. ഒരു ദിവസം നമ്മൾ മെനക്കേടല്ലേ അത്. പിന്നെ രസകരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ സൗഹൃദങ്ങളായി, ബന്ധങ്ങളായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അടൂരിൽ സ്വന്തം നാട് പോലെയായി, മലപ്പുറം പോലെയായി ഇപ്പം എനിക്ക് അടൂരും പത്തനംതിട്ട ജില്ല എന്നുള്ളതാണ്. എവിടെ ചെന്നാലും നമുക്ക് പിന്നെ ഒരു കണക്ഷൻസ് ഉണ്ട്, നമുക്കൊരു ആക്സസ് ഉണ്ട് എല്ലാ ആളുകളുമായിട്ടും. പിന്നെ ഇവർ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അയാളെ ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്, അയാളെ പിന്നെ ഇതാക്കി വിട്ടിരിക്കുകയാണ്. ഇവർക്കറിയില്ല, അവരോട് അങ്ങനെ അറിയുള്ളൂ. ഏതെങ്കിലും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MPമാരാരെങ്കിലും ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എതിരായിട്ട് പറഞ്ഞു തരും. സിറ്റിംഗ് MLAമാരെ ഒരാളെ കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു MLAമാരെ കൊണ്ട് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇരിക്കാനോ എനിക്കെതിരെ സംസാരിപ്പിക്കാനോ കഴിയുമോ? ഇല്ലല്ലോ. ഇവരെ കൊണ്ട് എനിക്ക് കഴിയില്ല. അതെനിക്ക് ഉറപ്പാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവരെ ഈ നേതാക്കന്മാർ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവരോട് അങ്ങനെ പറയുള്ളൂ. അവർ പിന്നെ എന്നെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നീട് ഇവരുടെ പിന്നെ കേസിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓരോന്നിനകത്തും ഈ ശ്രീനാദേവി കുഞ്ഞമ്മ, ഞാൻ പറഞ്ഞു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ കേസുകൾക്കകത്ത് വ്യവഹാരങ്ങൾക്കകത്ത് അമ്മയ്ക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ്. ഞാൻ പറഞ്ഞത് അമ്മയുടെ 2 സഹോദരങ്ങളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം തന്നെ പറഞ്ഞു. ആത്മഹത്യയാണ്. ഈ പിന്നെ ഗിരിജാദേവി എന്ന് പറയുന്ന ഒരു അമ്മ, പിന്നെ ശ്രീനാദേവിയുടെ അമ്മയുടെ 2 സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്തു. അമ്മയുടെ ആദ്യ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയും 3 ആത്മഹത്യകളും അന്വേഷിക്കണം, പുനഃപരിശോധിക്കണം, പുനരന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തുടർച്ചയായിട്ട് പല മരണങ്ങൾ വരികയാണ്. ഇനി പലരും മരിക്കാൻ നിൽക്കുകയാണെന്നുള്ളതും കൂടി ആലോചിക്കണം. അറിയോ, 2 പെൺകുട്ടികൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇപ്പം മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അതിന് പുറമെ സൈബർ ഇടത്തിലുള്ള അധിക്ഷേപങ്ങൾ,
യൂട്യൂബേഴ്സും കൂടെ മനസ്സിലാക്കാനാണ് പറയണേ. എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഓടിയുണ്ട് ഇന്ന ഇന്ന ആളുകൾ എൻ്റെ മരണത്തിന് ഉത്തരവാദികളാണെന്നുള്ളത്. അതിനകത്ത് സീനാദേവി കുഞ്ഞമ്മയുടെ പേരുണ്ട്, അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ട്, അതിനകത്ത് ഫെനി നൈനാൻ്റെ പേരുണ്ട്, വിനോപിനാഥിൻ്റെ പേര് അതിനകത്തില്ല. ഫെനി നൈനാൻ്റെ പേരുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ചില യൂട്യൂബ് ചാനലുകളുടെ അവരുടെ പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മരണമൊഴി തരുന്ന പോലെയാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്യും എന്നാ പറഞ്ഞിട്ടുള്ളത്. അവനെ കൊന്നിട്ട് ചാവാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് എന്തായാലും ആത്മഹത്യ ചെയ്യും എന്നുള്ള ഞാൻ അവരെ പരമാവധി ധൈര്യപ്പെടുത്തി നിർത്തുന്നുണ്ട്. ഞാൻ മാത്രമല്ല, പലർക്കും അറിയാതെ ഇപ്പം മീഡിയ ഫീൽഡിലുള്ള അവരുടെ മാനസിക സംഘർഷം എന്താണെന്നുള്ളത്. നമ്മളവരെ പരമാവധി എൻകറേജ് ചെയ്തങ്ങനെ നിർത്തുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ഒരുപാട് തവണ ആലോചിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ എൻ്റെ അനിയത്തിമാരെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്ക് പപ്പയും മമ്മിയില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതും കൂടി അവർക്ക് വേദനയാവും. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളുടെ ബാക്കിയുള്ളവരെ നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടികളെടുത്ത് അത്രയും നമ്മൾ പിന്നെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവരുടെ സങ്കടം കേൾക്കാനും അവരെ പിന്നെ മാനസികമായി ധൈര്യപ്പെടുത്താനും നിങ്ങളിതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവും. ഞങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരില്ലേ, നിങ്ങൾ ജീവിച്ചിരിക്കണം എന്നുള്ളത്, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് പണ്ടുണ്ട്. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ സ്വന്തം മരണത്തിലൂടെയെങ്കിലും ഇവരെ തോൽപ്പിക്കാൻ പറ്റി. അതേപോലെ ഈ അധിക്ഷേപിക്കുന്നവർക്കെതിരെ പിന്നെ ഉള്ള, കാരണം മനുഷ്യൻ നിസ്സഹായ സ്വന്തം നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തുമ്പം ആ നിസ്സഹായതയിൽ നിന്നാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഇവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടുപേര് തമ്മിൽ സെക്സ് ഏർപ്പെടുന്നതോ പിന്നെ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ തന്നെ ചിലപ്പം പിന്നെ ഒരു കുഞ്ഞിനെ പിന്നെ വേണം എന്ന് ആഗ്രഹിക്കാതെ, കാരണം കോണ്ടം ഉപയോഗിക്കാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല, അതിൻ്റെ അനുഭൂതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പം പിന്നെ ഉപയോഗിച്ചാൽ തന്നെ ചിലതൊന്നും സേഫൊന്നുമല്ല, ഇത് പൊട്ടിയാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അപ്രതീക്ഷിതമായി ഗർഭം ധരിക്കുമ്പോൾ പലരും അത് പിന്നെ വേണ്ട എന്ന് വെക്കാറുണ്ട്. അത് പീരീഡ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗർഭം സ്ഥിരീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഇന്റർകോഴ്സ് കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂറിനകമുള്ള ടാബ്ലറ്റ് കഴിച്ചാൽ മതി, ഗർഭം ഉണ്ടാവില്ല. ഇനി അതല്ല, അങ്ങനെയല്ല, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ തുടക്കത്തിൽ തന്നെ കളയാനുള്ള ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. പിൽസ് കഴിച്ചാൽ തന്നെ മാറ്റാവുന്നതാണ്. ഇവിടെ ഇത്രയും ഗൈനക്കോളജിസ്റ്റുകളുണ്ട്, അത്രയും ക്ലിനിക്കുകളുണ്ട്. ഇവിടെ IVF പോലെയുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, വന്ധ്യതാ ചികിത്സ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ 2 കുട്ടികളേ ഉള്ളൂ. അതുകൊണ്ട് പ്രസവങ്ങളൊക്കെ വളരെ കുറവാണ്. അവർക്ക് കൊല്ലത്തിൽ എത്ര പ്രസവ കേസാണ് കിട്ടുക ഈ ഗൈനക്കോളജിസ്റ്റുകൾ. ഇത്രയും ഗൈനക്കോളജിസ്റ്റുകൾക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതലും അബോർഷൻ കേസുകളാണ് വരുന്നത്. അവർക്ക് അത്രയും കേസുകൾ വന്നിട്ട് അവർ സർവൈവ് ചെയ്യുന്നത്. അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതാ, അല്ലാതെ പ്രസവ കേസൊന്നുമല്ല. പണ്ട് ഗൈനക്കോളജിസ്റ്റുകൾക്ക് പ്രസവത്തിൻ്റെ കേസേ ഉള്ളൂ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വരുന്ന അബോർഷൻ കേസുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് മുക്കിന് പിന്നെ ഈ ഗൈനക്കോളജിസ്റ്റുകളുടെ മാത്രം അവർ മാത്രമുള്ള ഹോസ്പിറ്റലുകളുണ്ട്. മദർ ആൻഡ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ അത് വരുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇത് അങ്ങനെയല്ല. ഇത് കുഞ്ഞ് വേണമെന്നും അതിന് അതിന് ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാവുന്നൊരു ഘട്ടം വരെ, ഒരു വളർച്ച വരെ കാത്തിരിക്കുകയും അതിനുശേഷം പിന്നീട് അതിനെ കളയുകയും ചെയ്യുന്നതിനകത്ത് നരബലിയുടെ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുക. ഇതിനകത്ത് കേവലമായ പിന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമോ അല്ലാതെയോ റേപ്പോ എന്തോ ആവട്ടെ, അതല്ല ഇതിനകത്ത് വിഷയം. ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. ജീവൻ്റെ തുടിപ്പുകളാണ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഭ്രൂണത്തിൻ്റെ തുടക്കത്തിൻ്റെ അവസ്ഥയിലല്ല, അല്ലെങ്കിൽ സിക്താണ്ഡത്തിൻ്റെ ഒരു സ്ഥിതിയിലല്ല. അതിൽ നിന്ന് മാറി ഒരു ജീവൻ്റെ തുടിപ്പ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ പ്രസവിപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ് ചെയ്തത്. പിന്നെ മറ്റേത് പിന്നെ ജ്യൂസ് അടിക്കുന്ന പോലെ അടിച്ചു കളയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ പോലുമല്ല, പ്രസവിപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ ആഭിചാര കർമ്മങ്ങളുടെ ഒരു രീതിയുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് തന്നെ അടിയുറച്ച് നിൽക്കുക. അതേപോലെ തന്നെ സീനാദേവി കുഞ്ഞമ്മ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്തിനാ? സീനാദേവി കുഞ്ഞമ്മ ഇവർ പറയുന്നു പിന്നെ ഈ റിനിയെക്കുറിച്ച് തന്നെ എന്തെല്ലാം അനാവശ്യം പറയണേ, സതീഷിനെ കുറിച്ചും. അവർ തമ്മിലുള്ളൊരു പിതൃതുല്യമായിട്ടുള്ളൊരു ബന്ധമാണ് പിന്നെ VD സതീഷിന് ഉള്ളത്. VD സതീഷിൻ്റെ ഈ റിനിയുടെ പിന്നെ പിതാവും VD സതീഷും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. റിനി ചെറിയ കുഞ്ഞാകുമ്പോൾ തൊട്ട് VD സതീഷിനെ കാണുന്ന ആളാണ്, അപ്പൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളാണ്, പിതാവിൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളാണ്. അങ്ങനെയാണ് VD സതീഷിനും അതേപോലെ ഒരു മകളുള്ളത്, ഉണ്ണിമായ. അവരെയാണ് കൂട്ടിച്ചേർത്തിട്ട് അനാവശ്യം കേക്കച്ഛൻ മറ്റേ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിവാസം പറയണത്. ബന്ധങ്ങളുടെ തീവ്രത തിരിച്ചറിയാൻ പറ്റണ്ടേ? ഒരാണും പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായ വ്യത്യാസം പോലും നോക്കാതെ വായി തോന്നുന്ന വൃത്തികേടുകൾ വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ VD സതീഷിനെ കുറിച്ച് ഇങ്ങനത്തെ വൃത്തികേട് നമ്മൾ ആരെയും കേട്ടിട്ടുണ്ടോ? പിന്നെ സീനാദേവി കുഞ്ഞമ്മ ഈ ഫോണിനകത്ത് പിന്നെ പറയുന്ന തിരക്കകത്തുണ്ടല്ലോ, നീ എണ്ണിക്കോ
എനിക്ക് എണ്ണാൻ വല്ലാതെ അറിയത്തില്ലെന്നേ. ഞാൻ സ്കൂളിലൊന്നും സമയത്ത് പോയി പഠിക്കാത്തതുകൊണ്ട് എനിക്ക് എണ്ണാനും കുളിക്കാനും ഹരിക്കാനും ഒന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് എണ്ണൽ പഠിക്കേണ്ടി വരും. അവർ കണക്ക് ടീച്ചറാണെന്ന് തോന്നുന്നു. അവരമ്മ മലയാളം ടീച്ചറാണ്. മലയാളം ടീച്ചറുടെ മക്കൾ പഠിച്ച മലയാളമാണ് ആലോചിക്കേണ്ടത്. സംസ്കൃതത്തിലാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കണേ, പച്ചത്തെറി. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ തുടക്കത്തിൽ ഒന്നും കൂടി കേൾക്കാത്ത ഒന്നും കൂടി വേണമെങ്കിൽ 2-3 പ്രാവശ്യം പ്ലേ ചെയ്ത് കേൾക്ക്. അമ്മാതിരി തെറി. ആങ്ങളെയും പെങ്ങളും കൂടി ഒരുമിച്ച് ഒരു ഫോണിനകത്തിരുന്നിട്ട് പകൽ ഇവർ ആരും തെറി വിളിക്കാറില്ല. രാത്രി 10 മണി കഴിയുമ്പോഴാണ് ഈ പരിപാടി തുടങ്ങണേ. അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്, വേറെ എന്തെങ്കിലും കെമിക്കൽ ഇമ്പാക്റ്റ് അതിനകത്തുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അവർ കള്ളു കുടിച്ചിട്ട് വിളിച്ചൊന്നും ഞാൻ ആരോപിക്കുന്നുമില്ല. പക്ഷേ ശ്രീനാഥ് കുഞ്ഞമ്മ എന്തിനാ എന്നോട് വരുന്നത്? ഫെനി പോസ്റ്റ് ഇട്ടില്ല. ഫെനി റിനി 3ാമത്തെ പരാതിക്കാരിയായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, തെളിയിക്കുന്ന രേഖകളുണ്ടെന്ന് പറഞ്ഞു. റിനി അത് നിശ്ചയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഫെനിയുടെ അനക്കം കാണാനില്ലല്ലോ. ഫെനി ഉൾപ്പെടെയുള്ളവർ, ഇവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രീനാഥ് ഉൾപ്പെടെയുള്ളവർ, രാഹുൽ, അതേപോലെ തന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സ്, അവരെല്ലാം ബുദ്ധിമുട്ടിലേക്ക് പോകും. ഈ കുട്ടികളുടെ ആരെങ്കിലും ഒരാൾ, നമുക്കൊക്കെ എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും വിളിച്ച് വരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് മതി, ഒരു മൂഡ് സ്വിംഗ് ഉണ്ടായാൽ മതി. ഇവരെങ്ങാനും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ മാറും. പിന്നെ നിന്റെ ഒന്നും ചാനലും ഉണ്ടാവില്ല, നിന്റെ ഒന്നും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ആൾക്കാർ കയറി അടിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആ ചെറുക്കൻ നന്നായിട്ട് തിരിച്ചു വരാനുള്ള അവസരം കൂടി ഇല്ലാതാവും. അവന് തെറ്റ് തിരുത്തിച്ചാൽ അവൻ ഇന്നൊരു ഓഡിയോ വോയിസ് വിട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പേഴ്സണലാണ്. രാഹുലിന് നന്നാകണമെങ്കിൽ നന്നാവട്ടെ. തെറ്റ് തിരിച്ചറിയാനും തിരുത്താനും അതിനകത്ത് കുറ്റബോധം ഉണ്ടാവാനും പശ്ചാത്തപിക്കാനും ഒക്കെയുള്ള സമയം ഹി ഗോട്ട് ഇനഫ് ടൈം. ജയിലിൽ 22 ദിവസം കിടന്നു. ആദ്യം 1 മാസം വീട്ടിൽ നിന്ന് മാനസാന്തരം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നടിവാലയും കൊണ്ട് വന്നിട്ട് അഭ്യാസം കാണിച്ചു. പിന്നെ 18 ദിവസം ജയിലിൽ കിടന്നപ്പോഴെങ്കിലും നന്നാവുമെന്ന് കരുതി. അതും ഇപ്പം എനിക്ക് തോന്നുന്നില്ല. തോന്നുകയാണെങ്കിൽ നല്ലത്. തോന്നുകയാണെങ്കിൽ നമ്മളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. പശ്ചാത്താപം ഉണ്ടാവണം, ഉള്ളി തട്ടിയിട്ടുള്ള കുറ്റബോധം ഉണ്ടാവണം, തിരുത്തണം, പറ്റിയ തെറ്റുകൾ ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ചിന്തയിലേക്ക് മാറണം. ആ ക്രിമിനൽ ബുദ്ധി ഉപേക്ഷിക്കണം. കുറച്ചുകൂടി സ്പിരിച്വൽ ആവണം. അതിനർത്ഥം എപ്പോഴും അമ്പലത്തിൽ പോയിരിക്കണമെന്നോ പള്ളിയിൽ പോയിരിക്കണമെന്നോ മോസ്കിൽ പോയിരിക്കണമെന്നോ ഒന്നല്ല. സ്പിരിച്വൽ ആവണം. ആത്മീയമായിട്ടുള്ള പ്രത്യേക തരത്തിലേക്ക് ഒരു നവീകരിക്കപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ പ്രതീക്ഷയൊന്നുമില്ല എനിക്ക്, എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യും. തെറ്റ് തിരുത്തി വരുന്ന ഒരാളുടെ കൂടെ തെറ്റ് തിരുത്തി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ടല്ലേ കൊലപാതക കേസിലെ പ്രതികളെ വരെ പരമാവധി വധശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, ജീവപര്യന്തം തടവിന് വിധിക്കുന്നത്. അവർക്ക് മാനസാന്തരത്തിൻ്റെ ഘട്ടം കൊടുക്കാനാ. എന്നിട്ട് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്രയോ പേരുണ്ട്. ആ കുറ്റബോധത്തിൽ പിന്നീടുള്ള ജീവിതം നന്നായിട്ട് മാതൃകയായി സമൂഹത്തിന് വേണ്ടി പലതും ചെയ്തവർ. അതിനകം തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതെല്ലാം മറന്ന് ഞാൻ കൂടെ നിൽക്കും. പക്ഷെ അതിനുള്ള മനസ്സുണ്ടാവണം. ഇനിയും പുറത്തിറങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതല്ല. പിന്നെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത് പറയുമ്പോൾ, ഒരു മുൻ MP മകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. ചതിക്കപ്പെട്ട ഒരു മുൻ MP, കോൺഗ്രസിൻ്റെ MP, സ്വന്തം അനിയനെ പോലെയൊക്കെ ഇവനെ കൊണ്ടു കിടന്നവൻ. ആ പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ച എന്നിട്ട് ആ വ്യക്തി ഇന്ദിരാഭവനിൽ കയറിയിട്ട് ഞാൻ ഹാങ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ഉടുമുണ്ട് ഊരിയിട്ട്. അപ്പോൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ എന്തായാലും പിന്നീട് ഇവൻ്റെ ബാക്കിയുള്ള കേസുകൾ വന്നപ്പോൾ കല്യാണം വേണ്ടാന്നുള്ളത് വെച്ചു. ആ പെൺകുട്ടി എന്നെ വേണ്ടാന്ന് വെച്ചു ബോൾഡായിട്ട്. അവൾ ഡോക്ടറാണ്, കഷ്ടപ്പെട്ട് പഠിച്ചതാ, സാധാരണ കുടുംബത്തിലെയാ, യൂസഫ് അലിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് പഠിച്ചത് അമൃതയിൽ. എന്നിട്ട് കെ സുധാകരന് ഈ ഇടയ്ക്ക് ഓർമ്മ പോകുന്ന സമയത്ത് കെ സുധാകരനെ പോയിട്ട് ഒരു സോപ്പിട്ടിട്ട് പുള്ളിയെ CM ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഒരു ഘട്ടത്തിൽ അവൻ പാവാണ്, അവൻ നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഇടയ്ക്ക് റിലേ പോകുന്നുണ്ട്. ആ സമയത്ത് പുള്ളി ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പം ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് കെ സുധാകരനുമായി വാട്സപ്പിൽ സംസാരിച്ചു. വേറൊരാളുടെ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയാം. സംസാരിച്ചു. സുധാകരൻ നിങ്ങളിങ്ങനെ ചെയ്യുന്നു കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ കരയുന്നതിൻ്റെ തുല്യമായിട്ടുള്ള രീതിയിൽ മാനസികാവസ്ഥയിലെത്തി മാപ്പ് പറയുകയും ചെയ്തു. പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. സുധാകരൻ ശുദ്ധനാണ്. എന്തോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി, അവൻ നല്ലവനാണ് എന്നൊക്കെ. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും കൂടി മോളല്ലേ, നിങ്ങളങ്ങനെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ്റെ വിഷമമായിപ്പോയി. ആലോചിച്ച് നോക്ക്. വേണ്ട, ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. പിന്നെ കോൺഗ്രസിനെ തകർക്കാൻ ഇവരെ തകർക്കണോ? എന്താ ഷാഫിക്കെതിരെ ഒരു പെണ്ണുങ്ങളും ആരോപണമായിട്ട് വന്നിട്ടില്ലല്ലോ. ഷാഫി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഷാഫി അല്ലേ ഇവനേക്കാൾ വലിയ കത്തി നിൽക്കുന്നത്? ഷാഫിക്കെതിരെ ഒരു സ്ത്രീകളും ഷാഫി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമായിട്ട് വന്നിട്ടില്ല. ഷാഫി സ്ത്രീകളെ ഒന്നും പീഡിപ്പിക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാഫിയുടെ കൂടെ വേണമെങ്കിൽ ഒരു റൂമിൽ പോയിട്ട് 10 ദിവസം താമസിച്ചാലും ഷാഫി ഒരു പെണ്ണേയും പീഡിപ്പിക്കില്ല. പക്ഷേ ഇവൻ്റെ പീഡനങ്ങൾക്കെല്ലാം കൊട പിടിച്ചു കൊടുത്തു, അങ്ങനെ ഒരാളെ സംരക്ഷിച്ചു തന്നു. അതിന് പിന്നിലുള്ള വേറെ കുറേ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ആവർത്തിച്ച് പോകുന്നില്ല. അത് പിന്നെ ഇതിനകത്ത് പിന്നെ എണ്ണാൻ പഠിപ്പിക്കുക. ഇപ്പോൾ എന്നെ
കോൺഗ്രസിനെ തകർക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോരെ, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോരെ. വേണ്ട, യുവ നേതാക്കന്മാരാണെങ്കിൽ ചാണ്ടി ഉമ്മനെതിരെ, ശബരിനാഥിനെതിരെ, ടി സിദ്ദിഖിനെതിരെ, വി ടി ബലറാമിനെതിരെ, മാത്യു കുഴൽനാടിനെതിരെ, റോജി എം ജോണിനെതിരെ, അങ്ങനെ എത്ര പേരുണ്ട്. സി ആർ മഹേഷ്, കരുനാഗപ്പള്ളി MLA ഒക്കെ ചെറുപ്പക്കാരല്ലേ, ഇവർക്കൊക്കെ എതിരെ ആരോപണം ഉന്നയിച്ചാൽ പോരെ കോൺഗ്രസിനെ തകർക്കാൻ? അറിയപ്പെടുന്ന നേതാക്കന്മാരല്ലേ, വീണ്ടും ഇപ്പം മത്സരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരല്ലേ, കോൺഗ്രസിനെ തകർത്തൂടെ? ഇവനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കണോ? തീയില്ലാതെ ഉണ്ടായ പുകയൊന്നും അല്ല അത്. ഇത് വെറും തീയല്ല, അഗ്നിപർവ്വതമാണ്. 1-2 കേസൊന്നുമല്ല, പുറത്ത് വന്നിട്ടുള്ള ഈ 3 കേസുകളൊന്നും അല്ല ഉള്ളത്. അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോണേ. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് വട്ടാണ്, ഇതാണ്. അത് വൈക്കം മുഹമ്മദ് ബഷീർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. വട്ടുണ്ടാവാനും വേണം ഒരു യോഗ്യത. മനുഷ്യനാവണം, എന്നാൽ ചിലപ്പോൾ വട്ടുണ്ടാവും. കെട്ട കാഴ്ചകൾ കാണുമ്പോൾ, ചുറ്റുമുള്ള സംഭവങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്യുമ്പോൾ വട്ട് പിടിച്ചു പോകും. വട്ട് പിടിക്കാത്തവന് മനുഷ്യനല്ല എന്നുള്ളതാണ്. സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് സ്വാർത്ഥരായിട്ട് അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ള ചിന്ത, മറ്റൊന്നും നമ്മുടെ കണസുകളല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വട്ടും ഉണ്ടാവില്ല. ആലോചിച്ച് നോക്ക്. പിന്നെ എനിക്കെതിരെ എന്തിനാ കേസ് കൊടുക്കണേ? സീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് ഞാൻ ഒരിക്കലും സീനാദേവി കുഞ്ഞമ്മയെ കണ്ട പട്ടി പോലും മൂത്രം ഒഴിക്കത്തില്ല എന്ന് ഞാൻ എൻ്റെ സൗഹൃദ വലയങ്ങളിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞവർക്കെതിരെ സംസാരിക്കണ്ടേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സീനാദേവി കുഞ്ഞമ്മയെ അമ്മച്ചി എന്ന് ഞാൻ ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ആ അമ്മച്ചിക്ക് എന്നോട് ക്രഷാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ എനിക്കെതിരെ കേസ് കൊടുക്കണേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളായിട്ട് സ്ത്രീകളുടെ അടുത്തൊക്കെ പോയിട്ട് ആ അമ്മച്ചിക്ക് എന്നോട് ക്രഷാണ്, അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വലയത്തിൽ, പുരുഷ സുഹൃത്തുക്കളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിൽ അയ്യേ അതിനെ കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും മൂത്രം ഒഴിക്കത്തില്ല എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാം. ഞാൻ അവരെ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ അത്തരം ബോഡി ഷേമിങ്ങിനകത്ത് യോജിക്കുന്ന ആളുമല്ല. ആരെക്കുറിച്ച് പറഞ്ഞാലും ഈവൻ ഇന്ദ്രൻസിനൊക്കെ സിനിമയ്ക്കകത്ത് കൊടക്കമ്പി എന്നൊക്കെ പറയുന്ന പോലും എനിക്ക് എതിർപ്പ് തോന്നിയിട്ടുള്ളതാണ്. തമാശ പോലും സിനിമയ്ക്കകത്ത് പോലും ഉണ്ടാക്കേണ്ടത് ഒരാളുടെ രൂപത്തെ വെച്ചുകൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പറഞ്ഞവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? അപ്പം അവനെന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്നുള്ള മട്ടിൽ നിൽക്കുകയും എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നാലും അത് മതി എന്നുള്ളത് ചിന്തിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വേണ്ട, എനിക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അമ്മ ഗിരിജാദേവി കുഞ്ഞമ്മയും ആ ഗിരിജാദേവി കുഞ്ഞമ്മയ്ക്ക് ആത്മഹത്യ ചെയ്ത ആദ്യ ഭർത്താവിലുണ്ടായ മകൻ ഹരിനാഥ് എന്ന ഹരീന്ദ്രനാഥും തമ്മിൽ കേസുണ്ടായിരുന്നോ? ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ടും കേസുണ്ടായിരുന്നു. അടുത്ത സഹോദരനാണ്, കേസുണ്ടായിരുന്നോ? അതിൻ്റെ ഫയൽ നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കിയുള്ളതെല്ലാം എനിക്കറിയാം. പിന്നെ സെറ്റിൽ ചെയ്തതും ഒക്കെ എനിക്കറിയാം. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വീട്ടിൽ ഏറ്റുമാനൂരുകാരനായിട്ടുള്ള, അവിടെ കിഴക്കുംഭാഗത്ത് ദേശത്ത് പാറയിലെ വീട്ടിലെ MT കുര്യാക്കോസിന്റെ മകൻ എബിൻ കുര്യാക്കോസ് എന്ന ചെറുപ്പക്കാരൻ കുറച്ചു കാലം താമസിച്ചിരുന്നോ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വീട്ടിൽ? എന്നിട്ട് ആൾക്കാർ ചോദിച്ചപ്പം ആ നാട്ടുപുറവാ, ഇവൻ ലിവിങ് ടുഗദറാണെന്ന് പറഞ്ഞിരുന്നോ? അവിടുത്തെ നാട്ടുകാർക്ക് ചേച്ചിമാർക്കൊന്നും ലിവിങ് ടുഗദർ ഒന്നും അറിയില്ല. എന്നാൽ പിന്നെ നിങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ കല്യാണം കഴിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിച്ചോന്ന് വെച്ചാൽ ഇല്ല, ലിവിങ് ടുഗദറാണെന്ന് പറഞ്ഞു പറയുമ്പം അത് ശരിയാണെങ്കിൽ അത് ശരിയാണോ? ശ്രീനാദേവി കുഞ്ഞമ്മയെ പറയണ്ടേ എബിൻ കുര്യാക്കോസ് അവിടെ താമസിച്ചിരുന്നോ? ഏറ്റുമാനൂരുകാരനായിട്ടുള്ള എബിൻ കുര്യാക്കോസുമായിട്ട് ലിവിങ് ടുഗദർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ശ്രീനാദേവി കുഞ്ഞമ്മയെ പറയണ്ടേ? എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ താമസിച്ചത്? അങ്ങനെ ലിവിങ് ടുഗദർ തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആരൊക്കെ എവിടെയൊക്കെ ഒരുമിച്ച് താമസിച്ചാലും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അബോർഷനും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അത് ഇത്തരത്തിൽ ഒരു ജീവന്റെ തുടിപ്പാക്കി മാറിയതിന് ശേഷം പിന്നെ പ്രസവിപ്പിച്ചിട്ട് കൊന്നുകളയുന്ന രീതിയിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് ഭയങ്കര ക്രിമിനൽ ഗൂഢാലോചനയും ആഭിചാര കർമ്മങ്ങളുടെ ഒരു രീതിയും അതിനകത്തുണ്ട്, നരബലിയുടെ സ്വഭാവമുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ അടിവരയിട്ട് വീണ്ടും പറയുക. പറഞ്ഞതെന്ന് ഒരു ഇഞ്ചും പിന്നോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു 8 കേസ് കൊടുത്തു 10 കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കുന്നു എഴുതിയോ? അങ്ങനെ മിണ്ടായിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നേ. ഞാൻ ആദ്യം വിട്ട വീഡിയോയ്ക്കകത്ത് നാട്ടുകാരാ പരാതി പറയണ അയലോക്കാർ ആ വീഡിയോയ്ക്കാണ് കേസ് കൊടുത്തത്. ജാമ്യം എടുത്തു, മുൻകൂർ ജാമ്യം എടുത്തു. ഇപ്പോഴും ഈ വിഷയത്തിനകത്ത് എന്നോട് എല്ലാവരും കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് വഴക്കൊണ്ടിരിക്കുക.
കോൺഗ്രസ്സുകാർ വിളിക്കുക, BJPക്കാർ, CPMകാർ, CPIക്കാർ ഒക്കെ പറയുന്നുണ്ട്. മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കൾ, അഭിഭാഷകരായിട്ടുള്ള കുറേ പേര് അതിൻ്റെ ലോ പോയിന്റ്സ് പിന്നെ അയച്ചു തന്നു. അവരെല്ലാം പറയുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, ദിവസം 4ആയി. അവർ പോയിട്ട് പിന്നെ കൊല്ലം റൂറൽ SPക്ക് പരാതി, അതോ അച്ഛനും അമ്മയും കൊണ്ട് വയസ്സുകാലത്ത്. ശ്രീനാദേവി കുഞ്ഞമ്മയല്ല കേസ് കൊടുക്കണേ. പിന്നെ അടൂര് പോയിട്ട് പരാതി കൊടുക്കുക, അവിടെ പോയിട്ട് പരാതി കൊടുക്കുക, ഇവിടെ പോയിട്ട് പരാതി കൊടുക്കുക. അതൊക്കെ കേസ് കൊടുക്കലൊരു രസമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. എനിക്ക് അങ്ങനത്തെ ത്രില്ലില്ല. ഒത്തിരി കേസ് എൻ്റെ പേരിലുണ്ട്. അത് ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കേസൊന്നും വരില്ല. പക്ഷേ കേസ് വരുമെന്ന് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിയമത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ ജഡ്ജിമാർക്കൊക്കെ അത്യാവശ്യം വിവേചന ബുദ്ധിയും കാര്യങ്ങളും യുക്തിബോധവും ഒക്കെ ഉള്ളവരാണ്. മൊബൈലുള്ള കിതാബ് നോക്കിയിട്ടാണെങ്കിൽ തന്നെയും അതിനപ്പുറത്തെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങളൊക്കെ അവരൊക്കെ സ്വീകരിക്കുന്നവരാണ്, നീതിബോധമുള്ളവരാ. എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. 90% പേരും വളരെ പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാ. അത് കീഴ്ക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇവരെ പിന്നെ പട്ടി പോലും മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, അമ്മച്ചിന്ന് വിളിച്ചത് ഞാനല്ല, അങ്ങനെ അധിക്ഷേപിച്ചത് ഞാനല്ല. പിന്നെ ഇപ്പം ആരെങ്കിലും രാത്രി വിളിച്ചു, ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്യാൻ വിളിച്ചു എന്നൊക്കെ പറയുന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ കൊന്നതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തേ ശ്രീനാദേവി കുഞ്ഞമ്മ? അതിനെക്കുറിച്ച് എന്താ പറയാത്തേ ഇപ്പോഴും? അതിനെക്കുറിച്ച് അക്ഷരം പറയല്ലേ? അതൊരു വലിയ അവർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അവർക്ക് എന്നോട് കലിപ്പുള്ളതെന്ന് വെച്ചാൽ അവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാവാനും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവാനുള്ള ശ്രമം ഞാൻ പൊളിച്ചു കൊടുത്തു. ഒരു സംശയമില്ല, പൊളിക്കുന്നുള്ള തീരുമാനിച്ചാൽ പൊളിച്ചും കൊടുത്തു. നിയമസഭയിൽ സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമങ്ങളും പൊളിച്ചിട്ടുണ്ട്. നടക്കില്ല ഇനി. അവർ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. മന്ത്രിയാവണമെന്നുള്ളതായിരുന്നു ലക്ഷ്യം. അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് വല്ലതും, എൻ്റെ മോള് മന്ത്രിയാവും എന്നുള്ള. ജാതകത്തിൽ എവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇവരുടെ അമ്മാവന്മാരുടെ, അമ്മയുടെ സഹോദരന്മാരുടെ ആത്മഹത്യയും അമ്മയുടെ ആദ്യ ഭർത്താവിൻ്റെ ആത്മഹത്യയും കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പിൻവലിയുന്നില്ല. അത് പുനരന്വേഷണം നടക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വല്ല ആഭിചാര കർമ്മങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണ്ടേ? എന്താ പറഞ്ഞതിനകത്ത് തെറ്റ്? പിന്നെ ഇപ്പോൾ എബിൻ കുര്യാക്കോസ് അവിടെ വന്ന് താമസിച്ചിട്ടുണ്ടോ? നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ താമസിച്ചിട്ടുണ്ടോ? ലിവിങ് ടുഗദർ ആയിരുന്നോ? എന്തായിരുന്നു അയാളുമായിട്ടുള്ള ബന്ധം? അവൻ പിന്നെ രക്ഷപ്പെട്ടു പോയി. സംഭവം ഇത് കുഴപ്പത്തിലോട്ടാണ് പോയി ചാടുന്നതെന്ന് കണ്ടപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ അവൻ പൊടിയും തട്ടിപ്പോയി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാനിപ്പോൾ ഒക്കെ സൂചന നിങ്ങളെ നിർത്തുന്നേ ഉള്ളൂ, വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എബിൻ കുര്യാക്കോസ് എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ ആ നാട്ടിൽ പോയിട്ട് നാട്ടുകാരുടെ ഒരു വേർഷൻ ഒന്നും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള സംവിധാനവും എനിക്കുണ്ട്. ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ഈ കേസുകളുടെ എല്ലാം ഡീറ്റെയിൽസ് പുൾ ഔട്ട് ചെയ്തിട്ടുമുണ്ട്. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ വരുത്തിച്ചതെല്ലാം. 2-3 ദിവസം ഉണ്ടായിരുന്നപ്പോൾ ഇതിങ്ങനെ തലയിൽ കയറിക്കൊണ്ടിരിക്കുക. നാട്ടിലുള്ള ചാനലിലെല്ലാം പോയിട്ട് പിന്നെ വ്യാജ ഓഡിയോ ആണ്, രാജൻ ജോസഫ് അങ്ങനെയാണ്, രാജൻ ജോസഫ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം സൈലൻ്റ് ആയിട്ടിരുന്നു. ചാനലിൽ ഞാൻ ചെയ്യുന്ന ചാനലിലും ചെയ്തു എന്നല്ലാതെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞില്ല, പരാതി കൊടുത്തിട്ടുമില്ല. എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ക്രൈം ചെയ്യുന്നവരെ ന്യായീകരിക്കുക, എന്നിട്ട് കിടന്നിരുന്ന് മെഴുകുക ഓരോന്ന് പോയിട്ട്. അവന് കോണ്ടം പിന്നെ അലർജിയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിൽസ് കൊടുത്താൽ മതി എന്നേ. എത്ര പേര് പറ്റാമെന്ന് വേണമെങ്കിൽ സെക്സ് ആവട്ടെ, എലിസ ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും. നാട്ടിൽ കൂടി എല്ലാം ഓടി നടന്നിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ്. ഒക്കേഷണലി സംഭവിക്കും. ഒക്കേഷണലി ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും പിന്നെ എൻ്റെ ഭാര്യയ്ക്കുമായിരുന്നു, മുൻ ഭാര്യയ്ക്ക് അറിയാവുന്ന. മുൻ ഭാര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അവളെ ഒരു ഇഞ്ചിൽ പോലും വഞ്ചിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. എനിക്കിങ്ങനെ പറ്റി, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ബന്ധത്തിൽ ഞാൻ പെട്ടു, ഇനി നീ എന്താ വെച്ചാൽ തീരുമാനിക്കുക. എന്താ പറഞ്ഞത്? ഞാൻ സങ്കടം വന്നിരുന്നു പറഞ്ഞപ്പോൾ. സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്, ഫോണിലൂടെയാണ് പറഞ്ഞത്. നേരിട്ടൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ അവളോട് പറയണത്. പക്ഷെ അവൾ കാണിച്ചൊരു മാന്യതയുണ്ട്. അവൾ ഞാനും തമ്മിൽ പിരിയുന്നത് വരെ ഒരൊറ്റ ഘട്ടത്തിൽ പോലും, ഞങ്ങൾ തമ്മിൽ പിണങ്ങുമ്പോൾ പോലും അവൾ ഈ വിഷയം എന്നോട് എടുത്തിട്ടില്ല. അത് നീ എന്നോട് പറഞ്ഞില്ല, അത് കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളപ്പോൾ ഒരിക്കൽ പോലും ആ ഫോണിൽ അന്ന് സംസാരിച്ച് വിട്ടു എന്നല്ലാതെ നീ ഇങ്ങനെ പോയിട്ടില്ല, നിനക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിണങ്ങുമ്പോൾ പോലും എനിക്കിതിൽ അവൾ പറഞ്ഞിട്ടില്ല.
കാരണം ഞാൻ എൻ്റെ മനസ്സിനെ എൻ്റെ ഒരു മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്. ഒരു ഇഞ്ചിൽ പോലും അവൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് എനിക്കൊരു കുറ്റബോധമായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതിന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ഞാനത് സുഹൃത്തുക്കളടുത്ത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പോൾ എൻ്റെ മൈൻഡ് ഫ്രീ ആയി എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയരുത്, ഇനിയുള്ള കാലത്ത് മുഴുവൻ സംശയത്തോട് കൂടിയിട്ടായിരുന്നു നോക്കുക, നീ പറയാൻ പാടില്ലായിരുന്നു, പലർക്കും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും അങ്ങനെ പറയാറാണോ ചെയ്യാറ്, അത് നീ എന്തിനാ അവളോട് പറഞ്ഞത് എന്നുള്ളതൊക്കെ ആണ്. പക്ഷേ അവൾ അങ്ങനത്തെ സംശയത്തോട് കൂട്ടുന്ന തന്നെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അവളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാൻ നല്ല സൗഹൃദമായിരുന്നു. അവർ പലരും അവളുടെ അടുത്ത് നമ്പർ വാങ്ങിയിട്ടാണ് ഞാനുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നോട് സംസാരിക്കാൻ താല്പര്യമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു അത്രത്തോളം നേരം നിറയും കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും അങ്ങനെ ബന്ധം പോയിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തോ പറയണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചിലപ്പോൾ പറയാതിരിക്കുന്നതിനേക്കാൾ വലിയ അപകടമായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. പറയാതിരിക്കുമ്പോൾ നമുക്കൊരു വിമർശനം ഉണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് എൻ്റെ ഭാര്യ എടുത്തതുപോലെയുള്ള സെൻസിലും അവൾ പിന്നെ അതിൻ്റെ രീതിയിലുള്ള ഒരിക്കൽ പോലും പിണങ്ങിയപ്പോൾ ഒരിക്കൽ പോലും ഞങ്ങൾ ദേഷ്യത്തിന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായി കഴിഞ്ഞാൽ പോലും ഒരിക്കൽ പോലും ഈ വിഷയം അവൾ എടുത്തിട്ടില്ല. ഞാൻ അതിനെ അവളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതെനിക്ക് വേദനിക്കുന്നുള്ള അറിയാം. അത് അവിടെ അവസാനിച്ചു, പറച്ചിലൂടെ ഫോണിലൂടെ. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ പോലും ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാം, അത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നാട്ടിലുള്ളത് മുഴുവൻ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ട് വരുമ്പം അങ്ങനെയുള്ള ആളുടെ MLA ഓഫീസിലേക്ക് എങ്ങനെ കയറി ചെല്ലാൻ പറ്റുക? ഒന്നാണ് മന്ത്രി ആയി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് എങ്ങനെയാണ് ഒരു പിന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കോ ബാക്കിയുള്ളവർക്കോ ഇടപെടാൻ പറ്റുക? എന്തെങ്കിലും ആവശ്യമായിട്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചികിത്സാ സഹായ ഫണ്ടിന് വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാലും അപ്പം സെക്ഷൻ ഫേവർ ഉപയോഗിക്കില്ലേ? കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് മുംബൈയിൽ സ്വന്തം അച്ഛൻ ശ്വാസം കിട്ടാതെ കോവിഡ് ബാധിച്ച് ശ്വാസം കിട്ടാതിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ ഉള്ള ഫ്ലാറ്റിലേക്ക് പോയിട്ട് ഓക്സിജൻ സിലിണ്ടർ ചോദിച്ചപ്പോൾ പകരം സെക്ഷൽ ഫേവർ ചോദിച്ച ഒരാളെക്കുറിച്ച്. എന്നിട്ട് പെണ്ണ് അതിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഇവൻ്റെ സെക്സിന് പിന്നെ അവൻ്റെ ബലാത്സംഗത്തിന് വിധേയമായിട്ട് അവന് കടന്നു കൊടുക്കേണ്ടി വന്നു. കാരണം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനാണ്. എന്നിട്ട് ഈ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ പെണ്ണ് കേസ് കൊടുത്തേ. അങ്ങനെ മനുഷ്യൻ്റെ നിസ്സഹായതയെ പോലും ലൈംഗികമായി ചൂഷണം ചെയ്യാൻ മടിക്കാത്ത മാനസികാവസ്ഥയുള്ള ആളാണെന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഒരു സ്ത്രീകൾക്കൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജനപ്രതിനിധിയുടെ അടുത്ത് പോകാൻ പറ്റുമോ? ഇവരൊക്കെ മന്ത്രി കൈ കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? എന്നിട്ടാണ് ശ്രീനാഥ് കുഞ്ഞമ്മ അവനെ ഇരുന്നിട്ട് വൈറ്റ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ ശ്രീനാഥ് കുഞ്ഞമ്മയുടെ ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും നിങ്ങൾ തുടക്കത്തിൽ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കേട്ടോ. അവരെ നല്ലം പോലും കോൺഗ്രസിനെ തകർക്കാൻ രാഹുലിനെ തകർക്കണം. അവരെ ഞാൻ പറഞ്ഞില്ല ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ പോരെ സ്ത്രീ പീഡനം. ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഷാഫി ആരെയും പീഡിപ്പിച്ചെന്നോ ഗർഭിണിയാക്കിയെന്നോ ഭ്രൂണഹത്യ നടത്തിയെന്നോ ഇതുവരെ ഒരു ആരോപണം വന്നിട്ടില്ലല്ലോ. ഷാഫിക്കെതിരെ വേറെ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ VD സതീഷിനെതിരെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞാൽ ഇതിനെ നയിക്കുന്നവരല്ലേ. രാഹുൽ ഗാന്ധിക്കെതിരെ ആരും അങ്ങനത്തെ ആരോപണം പറഞ്ഞിട്ടില്ലല്ലോ. ഫാബ്രിക്കേറ്റഡായിട്ട് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ശബരിനാഥിനെതിരെയോ ചാണ്ടി ഉമ്മനെതിരെയോ ടി സിദ്ദിഖിനെതിരെയോ ബലറാമിനെതിരെയോ ഒന്നും വന്നിട്ടില്ലല്ലോ. കേരളത്തിലെ യുവ നേതാക്കന്മാരിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ ആൻറ്റിമാരുണ്ട്, സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ ആൻറ്റിമാർ. അവരാണ് ഒന്ന് ഫാൻസ്. പിന്നെ രണ്ടാമത്തെ ഫാൻസ് എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ ആരും ഫാൻസ് ഇല്ല അധികം. ഈ ഫെനി അല്ലാതെ ഇപ്പോൾ ആരും കാര്യമായിട്ടില്ല. തിരുവനന്തപുരത്ത് സജീറും നേമ സജീറും. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായിലും സൗദിയിലും പിന്നെ ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ ഇരുന്നിട്ട് കമന്റ് ഇടുക. പിന്നെ എന്നെ തല്ലും കൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ള അവനെ കിട്ടിയാൽ പൊട്ടിക്കും, തലയടിച്ച് പൊട്ടിക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭരണം ഒന്ന് മാറട്ടെ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടാ. ശരിയാക്കി ഇങ്ങോട്ട് വാ. തേറി പറഞ്ഞ് രസിക്കുന്ന ആങ്ങളെയും പെങ്ങളും കൂടി. ഇവിടെ ചേട്ടനാ ശ്രീനാഥ് ഉണ്ണിത്താൻ. അത് രണ്ടാമത്തെ കെട്ടിലുള്ള മക്കളെ ഇവർ രണ്ടുപേരും. മറ്റേ ആദ്യത്തേലുള്ളതാണ് ഹരിനാഥ് എന്ന് പറയുന്ന ഹരീന്ദ്രനാഥ്. ആ മനുഷ്യൻ കുറച്ച് മര്യാദക്കാരനാണ്, മാന്യമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. ഇവന് പ്രത്യേകിച്ച് പടിയും കൂലിയൊന്നുമില്ല. എൻ്റെയൊക്കെ പെങ്ങന്മാരിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ല. ഞാനിങ്ങനെ അങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങന്മാർ എൻ്റെ ഒപ്പം നിൽക്കില്ല. ഇതെനിക്കറിയില്ല. ഒരുമിച്ചിരുന്ന് തെറി പറയുന്ന ഒരു ഫാമിലി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ പരിപാടി, കലാപരിപാടി. 10 മണി വരെ കുഴപ്പമില്ല, വളരെ മാന്യര. രാത്രി 10 മണി കഴിഞ്ഞാൽ എന്തായാലും കാരണമൊന്നും എനിക്കറിയില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആൾക്കാരൊക്കെ പറയുന്നതാണ് 10 മണി വരെ പ്രശ്നമില്ല, 10 മണി കഴിഞ്ഞാൽ മാത്രമാണ് കുഴപ്പമുള്ളത്. പാച്ച തെറി വിളിച്ച് പറയാം. എന്നിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ബാക്കിയുള്ളടത്തൊക്കെ പോയിട്ട് വലിയ സാഹിത്യത്തിൽ സംസാരിക്കുക. അപ്പോൾ ഇവരുടെ ഒറിജിനൽ എന്ന് പറയുന്നത് ഇവരുടെ ഈ പിന്നെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. തെറിയാണ് വീട്ടിലെ ഔദ്യോഗിക ഭാഷ. എന്നിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കേസും കൊടുത്തിട്ട് അത് പിന്നെ പത്രക്കാരെ വിളിച്ചിട്ട് വാർത്തയാക്കുക. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിനകത്ത് വരുന്നു, പിന്നെ മനോരമയുടെ ഓൺലൈനിൽ വരുന്നു. വേറെ ഏതെങ്കിലും പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ കണ്ടത് ന്യൂസ് യാദൃശ്ചികമായിട്ട് ഞാൻ കണ്ടതാണ്.
സ്ക്രോൾ ചെയ്തു പോകുന്നത്. രാജൻ ജോസഫിനും സിബി തോമസിനുമെതിരെ കേസെടുത്തു. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്തിരിക്കുക. ഞാനതിനെക്കുറിച്ച് ഇപ്പം അന്വേഷിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള സത്യം. ഈ നിമിഷം വരെ അടുത്ത നിമിഷത്തിൽ അന്വേഷിക്കില്ല എന്നൊന്നും ഞാൻ പറയണില്ല. ആൻറ്റിസിപ്പേറ്ററി പെയിൻ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തോളും, അത്രയേ ഉള്ളൂ. നമ്മളിതൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നുമല്ല ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സത്യം ജയിക്കും. അവസാനം സത്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കും. ഞാൻ പള്ളിയിൽ പോകാറും കുർബാന ഉള്ളാറൊന്നും ഇല്ലെങ്കിൽ ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബോധ്യമുണ്ട്. സത്യം ജയിക്കും. എല്ലായിടത്തും ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും അവസാനം സത്യം ജയിക്കുക തന്നെ ചെയ്യും. ഇവർ കെട്ടിപ്പൊക്കുന്ന നുണയുടെ ചീട്ടുകൊട്ടാരങ്ങളൊക്കെ തകർക്കപ്പെടും. ഇവിടെ വിഷയം ആരെങ്കിലും രാത്രി വിളിച്ചോ എന്നുള്ളതല്ല. ഇവിടുത്തെ വിഷയം കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ളതാണ്. ബലാത്സംഗത്തെക്കാളും വലിയ വിഷയം അത്. കുഞ്ഞുങ്ങളെ കൊല്ലുക. മന്ത്രവാദം കൂടോത്രം ബാക്കിയുള്ളതും കൊണ്ടൊക്കെ നടന്നിട്ടായിട്ട് എൻ്റെ നേരെ വിക്കിട്ട് കയറാൻ വരിക. അടുത്ത കേസ് കൂടെ കൊണ്ടേ കൊടുക്കുക.